അജിത് പവാറിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ. ഞങ്ങളുടെ നേതാവായിരുന്നു അജിത് പവാർ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കഠിനാധ്വാനിയായ നേതാവായിരുന്നു അജിത് പവാർ എന്നും അപകട വിവരം ഞെട്ടിച്ചുവെന്നും മോദി കുറിച്ചു. അജിത് പവാറിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചിച്ചു. അതേസമയം അപകട കാരണം കണ്ടെത്താൻ DGCA അന്വേഷണം തുടങ്ങി. അജിത് പവാറിന്റെ വിയോഗം ഹൃദയഭേദകമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുശോചിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിച്ച നേതാവായിരുന്നു അജിത് പവാർ. വ്യക്തിപരമായും NDAയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. NDA അജിത് പവാറിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. മഹാരാഷ്ട്ര ബാരാമതിയിൽ വിമാനാപകടത്തിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം 5 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അജിത് പവാർ ഉൾപ്പെടെ 5 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും മരിച്ചെന്നാണ് വിവരം. അജിത് പവാറും അജിത് പവാറിന്റെ സഹായി പിങ്കി മാലി, സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിദീപ് ജാദവ്, ക്യാപ്റ്റൻ സുമിത് കപൂർ, ക്യാപ്റ്റൻ സംഭവി പഥക് എന്നിവരാണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ലിയർജെറ്റ് 45 എന്ന ചെറുവിമാനത്തിലായിരുന്നു അജിത് പവാറിന്റെ അവസാന യാത്ര. ബോംബാർഡിയർ എയ്റോസ്പേസ് നിർമ്മിച്ച ലോകപ്രശസ്തമായ ബിസിനസ് ജെറ്റാണ് ഇന്ന് തകർന്നു വീണ ലിയർജെറ്റ് 45. ഇതിന്റെ പരമാവധി വേഗത ഏകദേശം മണിക്കൂറിൽ 860 കിലോമീറ്ററാണ്. ഏകദേശം 3650 കിലോമീറ്റർ ഒറ്റയടിക്ക് പറക്കാൻ ഇതിന് സാധിക്കും.